ഏറെ വ്യത്യസ്തമായ തെയ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാവുകയാണ് കരിവള്ളൂർ സ്വദേശിയും 2ാം ക്ലാസ്സുകാരനുമായ നമ്രിത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെത്തിയാൽ 7 വയസ്സുകാരൻ നമ്രിതിന്റെ കുട്ടിത്തം തുളുമ്പുന്ന തെയ്യ ചിത്ര പ്രദർശനം കാണാം. കുട്ടികൾ പലപ്പോഴും ഭാവനയുടെ ലോകത്താണ്. നാം കാണുന്ന കാഴ്ചകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും അവരുടെ കാഴ്ച. അത്തരത്തിൽ ഒരു 2ാം ക്ലാസ്സുകാരന്റെ ഭാവനയിൽ വിരിയുന്ന രൗദ്രമൂർത്തികളായ തെയ്യക്കോലങ്ങൾക്ക് പോലും ലാളിത്യവും കുട്ടിത്തവും ഏറെയിരിക്കും. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെത്തിയാൽ 7 വയസ്സുകാരൻ നമ്രിതിന്റെ കുട്ടിത്തം തുളുമ്പുന്ന തെയ്യച്ചിത്രങ്ങളുടെ പ്രദർശനം കാണാം. ശത്രു സംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്കപ്രകാരമുള്ള 140 തെയ്യക്കോലങ്ങളുടെ നേർചിത്രങ്ങളുടെ എമ്പുരാൻ ചിത്രപ്രദർശനം കാണാൻ നിരവധി പേരാണ് ആർട്ട് ഗാലറിയിൽ എത്തുന്നത്. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്രിത്. കമ്മാടത്ത് ഭഗവതി, പടക്കത്തി ഭഗവതി, പുതിയ ഭഗവതി തുടങ്ങിയ ഭഗവതിമാരും പുതിച്ചോൻ, വസൂരിമാല, കൈതച്ചാമുണ്ടി തുടങ്ങിയ അപൂർവ തെയ്യങ്ങളും അടങ്ങുന്നതാണ് നമ്രിതിന്റെ ചിത്രപ്രദർശനം. തെയ്യച്ചിത്രങ്ങൾ കൂടാതെ തെയ്യശില്പങ്ങളും കളിമണ്ണിൽ നമ്രിത് ചെയ്തു വരുന്നുണ്ട്. ചമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ്. നെടുവപ്പുറത്തെ അധ്യാപകനായ അനീഷിന്റെയും രശ്മിയുടെയും മകനാണ്. തെയ്യം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അത് മാത്രമല്ല, കുഞ്ഞാകുമ്പോൾ ഞാൻ ഒരു കാലിച്ചാൻ ദൈവത്തിന് ഒരു പോസ്റ്റർ നോക്കി വരച്ചിരുന്നു. പിന്നെയാണ് എനിക്ക് തെയ്യം സെലക്ട് ചെയ്തത്, വരക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ചെറുപ്പകാലത്ത് തന്നെ ചിത്രത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ തെയ്യത്തിനോടാണ് കൂടുതൽ താല്പര്യം. തെയ്യം കണ്ടു വന്ന് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് പിന്നെ മെല്ലെ പൂർത്തിയാക്കുകയാണ് ഇവൻ്റെ ഒരു ശീലം. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മൾ പിന്നെ വാസന പ്രോത്സാഹിപ്പിക്കാന്നുള്ള രീതിയിൽ ചെമ്പ്രാനത്തുള്ള രവീന്ദ്ര മാഷിൻ്റെ അടുത്തേക്ക് വിട്ടത്. അപ്പോൾ പിന്നെ മാഷ് തെയ്യം തന്നെ കൂടുതൽ വരച്ചോട്ടെ എന്നുള്ളൊരു പ്രചോദനം നൽകുകയും ഒരു പ്രദർശനം എന്നുള്ള രീതിയിൽ നടത്താമെന്നും ഉദ്ദേശിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.